എടുത്തു, പണിയെടുപ്പിച്ചു, പണിയെടുക്കാനുള്ള ഒരു ഇത് ഐ വോണ്ട് ടു ഡു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇറിറ്റേറ്റ് ആവും. ലൈക്ക് ഒരാൾ ട്രാഫിക് ബ്രേക്ക് ചെയ്യാണ്, കറപ്ഷൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർക്ക് പ്രശ്നമില്ല, എന്നാൽ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്ത് മലയാളി ഇങ്ങനെ റിയാക്ട് ചെയ്തിരിക്കും. പീപ്പിൾ ആർ ലൈക്ക് ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻടു ദ മൂവി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് യു ജസ്റ്റ് ഗ്രാബ് ലൈക്ക് ദാറ്റ്. Hello. Oh my God, look at your height. Okay. Are you seriously a policeman? കുറച്ച് നാൾ പോലീസിലായിരുന്നു. Seriously? ശരിക്കും ഞാൻ കുറച്ച് നാൾ പോലീസിലായിരുന്നു. ഏകദേശം 1 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, പണി എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 1 വർഷം പോലീസിലായിരുന്നു. The way you were walking, the way you were looking, everything was a policeman. എങ്ങനെ? പണിയെടുത്തു, പണിയെടുപ്പിച്ചു, പണിയെടുക്കാനുള്ള ഒരു ഇത് ഐ വോണ്ട് ടു ഡു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടർ ജോജു ഈസ് എ ഗുഡ് ആക്ടർ അല്ലേ. എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം പുള്ളിയുടെ ഡയറക്ഷനിൽ ആദ്യത്തെ സിനിമ എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തരുന്നു. ഈസ് എ ഗുഡ് ആക്ടർ. അപ്പം പുള്ളി പറഞ്ഞു തന്നതും എനിക്ക് ഐ വോണ്ട് ടു ഡു ദിസ് വേ. കുറേ നാളായി സിനിമയിലേക്ക് വന്നിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു പവർ ഉള്ള സാധനമാണ്, അല്ലെങ്കിൽ ഐ ക്യാൻ ബി എ പോലീസ്മാൻ, അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇട്ടിട്ടുള്ള സാധനം ഐ വിൽ ക്യാരി ഇറ്റ് റിയലി വെൽ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡിഡ് യു ഹാവ് ഇറ്റ് ഇൻ സൈഡ് യു ബിഫോർ, ഓർ ജോജു ആണോ മോൾഡ് ചെയ്തത്? നമുക്ക് സ്വന്തമായിട്ട് വിശ്വസിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരു പോലീസ് ഒരു നല്ലൊരു പോലീസുകാരൻ്റെ ഒരു മൈൻഡ് എനിക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇറിറ്റേറ്റ് ആവും. ലൈക്ക് ഒരാൾ ട്രാഫിക് ബ്രേക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ കറപ്ഷൻ, നമ്മൾ സാധാരണ കണ്ടുവരുന്നില്ലേ, ഇതിനൊക്കെ ശരിക്കും ഞാൻ ഇറിറ്റേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. So you say you have a policeman, അകത്ത് ഒരു പോലീസ്മാൻ ഉണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടു, ലൈക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു, ലൈക്ക് യു ആർ റിയലി പോലീസ്, അങ്ങനെ ആരോ വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. എക്സാക്ട്ലി. എൻ്റെ ഷൂട്ട് നടന്നിരുന്നത് തൃശ്ശൂരിലാണ്. ഞാൻ താമസിച്ചിരുന്നത് ട്രിവാൻഡ്രത്തും, എൻ്റെ പാരൻസിലും ട്രിവാൻഡ്രത്തും. അപ്പം ഐ യൂസ് ടു ട്രാവൽ. സ്ഥിരമായിട്ട് വന്ദേ ഭാരത് എന്ന ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്യുന്ന അവസരം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നേരത്ത് ഞാൻ കണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുന്നവരെല്ലാവരും യൂട്യൂബ് ഓൺ ചെയ്യുക, അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക പോലും ഇല്ല, ഈ ഇത് കേട്ടോണ്ടിരിക്കും. അപ്പോൾ അത് ശരിക്കും ഇറിറ്റേറ്റഡാണ്. ഞാനൊരു ട്രാവലർ കൂടിയാണ് ആക്ച്വലി, ട്രാവൽ ചെയ്യാം. സോ ഞാൻ ഒരിക്കലും ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് കയറിയപ്പോഴത്തേക്കും ഒരു ബഞ്ച് ഓഫ് പൊളിറ്റീഷ്യൻസ് ട്രെയിനിൽ കയറിയിട്ട് ഇവരിങ്ങനെ സംസാരം, ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്തിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർക്ക് പ്രശ്നമില്ല, എന്നാൽ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്ത് മലയാളി ഇങ്ങനെ റിയാക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് ഞാൻ അവിടുത്തെ ഒരു എനിക്കത് അയാളുടെ പേര് പറയാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ പ്ലീസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കണമെങ്കിൽ പുറത്ത് സംസാരിക്കുക, നമ്മൾക്ക് യാത്ര ചെയ്യേണ്ടവരല്ലോ. അപ്പോൾ പുള്ളിയെ ഇങ്ങനെ നോക്കി, എന്നിട്ട് കുറച്ച് മിനിറ്റ് ഞാൻ ജസ്റ്റ് ബാക്കിലേക്ക് വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ഫ്രണ്ടിൽ പുറത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ അറിയില്ല, ആക്ടറാണോ ഒന്നും പിടുത്തമില്ല, കറക്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഇൻ്റലിജൻസ് ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പറയാൻ പറ്റില്ല, ഞാൻ എന്തെല്ലാം വർക്ക് ചെയ്യണത്. ഓക്കെ കുഴപ്പമില്ല. ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്ക് എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ ഈ 1 ഇയറിൽ യാത്രയുടെ ഇടയിൽ ഈ പോലീസ് ലുക്സ് മേടിച്ചിട്ട് എനിക്ക് ഇമിഗ്രേഷനിൽ എല്ലായിടത്തും ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഫാമിലിയിൽ ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ പോലീസ്മെൻ? എൻ്റെ ഫാദർ മിലിറ്ററിന്നായിരുന്നു. ഐ മീൻ ഇറ്റ്സ് എൻ എക്സ് സർവീസ്. ഓക്കെ. റെയിൻ കം അഗെയിനിലാണ് ആദ്യമായിട്ട് വന്നത്. ഐ നോ ദാറ്റ് മൂവി. അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ളൊരു മൂവി അല്ല, അത്യാവശ്യം നല്ലപോലെ ട്രോളും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു മൂവിയാണ്. ഐ നോ ദാറ്റ്. പക്ഷെ 2 ഹിറ്റ് പാട്ടുകൾ, അതുപോലെ യുവർ ക്യാരക്ടർ ഫോർ ദാറ്റ് മാറ്റർ, അത് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്തൊരു ക്യാരക്ടറും കൂടിയാണ്. യു നോ ദാറ്റ് റൈറ്റ്? അതിലേക്ക് എത്തപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഫ്രണ്ടിന്റെ കൂടെ
ചുമ്മാ സിനിമ ലൊക്കേഷനിലേക്ക് എന്നപ്പോഴത്തേക്കും ജയരാജ് സാർ പറഞ്ഞു വൈ ഡോണ്ട് യു ആക്ട്, ഇവിടെ ഒരു വില്ലന്റെ വേഷമുണ്ട്, മെയിൻ വില്ലന്റെ വേഷം ഏൽപ്പിക്കുകയാണ്. ലൈക്ക് യു ജസ്റ്റ് വാക്ക്ഡ് ഇൻ ആൻഡ് മെയിൻ വില്ലൻ വേഷം കിട്ടി. പീപ്പിൾ ആർ ലൈക്ക് ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻ ടു ദ മൂവി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് യു ജസ്റ്റ് ഗ്രാബ് ലൈക്ക് ദാറ്റ്. ആർ യു ഹാപ്പി അന്ന് ജസ്റ്റ് വാക്ക് ഇൻ ചെയ്ത് എൻറ്റർ ചെയ്ത സിനിമയിൽ ഇന്ന് വന്ന് പണിയിലെത്തി നിൽക്കുമ്പോൾ ഹൗ ഡു യു സീ ദ ജേർണി? എൻ്റെ ഫസ്റ്റ് പടം റെയിൻ റെയിൻ കം അഗൈൻ. അതിൽ ഞാനൊരു സൈറ്റാനിക് പ്രൊഫസറായിട്ടായിരുന്നു. അതിപ്പോഴും ആൾക്കാർ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ പറയും ആ സിനിമയെ കുറിച്ചിട്ട്. ബട്ട് എൻ്റെ ക്യാരക്ടറിൽ അതൊരു വെരി റെയർ ആയിട്ട് മലയാള സിനിമയിൽ ഉണ്ടായ ഒരു ക്യാരക്ടറാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം എല്ലാവരും ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ട്രോള് ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല, ബട്ടൊക്കെ മൈ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തരും. സൈറ്റൻ ഈസ് ബാക്ക്, അന്നത്തെ സൈറ്റാനിക് പ്രൊഫസറാണ് ഇപ്പോഴത്തെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ കുറേ പഠിക്കണം നമുക്ക്. ഞാൻ ഒന്നുമല്ല ആസ് ആൻ ആക്ടർ, ബട്ട് ഐ വോണ്ട് ടു ഡു ഗുഡ് മൂവീസ്. റെയിൻ റെയിൻ കമ്മിങ്ങിലെ എൻ്റെ ശബ്ദമാണ് ഞാൻ യൂസ് ചെയ്തത്. അത് കുറേ പേര് ആദ്യം പറഞ്ഞു അത് ഭയങ്കര നോട്ട് ഗുഡ്. ഒരു 3-4 ഡേയ്സ് ബാക്ക് ഇപ്പോൾ ജയരാജ് സാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു പടത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാൻ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വേറെ ആൾക്ക് ഡബ് ചെയ്യുന്നത്. സോ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ സംസാരിക്കും എല്ലാവർക്കും ഒരു യൂണീക്ക് ക്വാളിറ്റി ഉണ്ടല്ലോ സംസാരിക്കുന്നത്. കീപ് ദാറ്റ്. ഇത് യു ഡു ലൈക്ക് ദിസ് ഓൺലി, ചേഞ്ച് ചെയ്യരുത്. സോ പണിയിലും ആ ഒരു സാധനം ഉണ്ട് ആക്ച്വലി. പണിയിലെ ശബ്ദം ലൈക്ക് the way you entered, like you looked and all, you sat, you started speaking different aura. പിന്നെ അടുത്ത സാധനം ബ്രേക്ക് ഓ മൈ ഗോഡ് അഗൈൻ ഒരു ഷേക്ക് ആയിരുന്നു അത്. എന്തെങ്കിലും ഐ നോ യുവർ വോയിസ് ഇസ് ഗുഡ്, അണ്ടർസ്റ്റുഡ്. പക്ഷേ ഡബിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും കാര്യം ട്രെയിനിങ് ആരെങ്കിലും കൂടെ ഇരുന്ന് പണി കംപ്ലീറ്റ്ലി ഡയറക്ടേഴ്സ് മൂവി അതിൻ്റെ അകത്ത് എല്ലാം ഡബ് ചെയ്യുന്ന സമയത്ത് കൂടെ ആരെങ്കിലും ഇരുന്ന് വോയിസ് ഓൺ സിങ്ക് ആയിരുന്നു ആക്ച്വലി ലൈവ്. സോ എന്നാലും ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഡയറക്ടർ, ഐ എം ഗിവിങ് ഓൾ ദ ക്രെഡിറ്റ് ടു ഹിം, ബിക്കോസ് ആ പടം കണ്ടറിയാം അതൊരു ഡയറക്ടേഴ്സ് മൂവിയാണ്. ഓഫ് കോഴ്സ്, ബിക്കോസ് ഇത്രയും കാലം ഇത്രയും ചോയ്സസിൽ ദ റൈറ്റ് തിങ് അവർക്ക് കാണാൻ പറ്റാത്തൊരു സാധനം ഹി കുഡ് സീ ഇൻ യു ആൻഡ് ദ റൈറ്റ് സ്പേസ് ഹി ഗേവ് യു. അത് കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 2004 മുതൽ ഈ ജോജു എന്ന വ്യക്തി അറിയാം. അപ്പോൾ ഞാൻ ചെന്നൈ സെറ്റിൽഡാണ്. ഇദ്ദേഹം പുള്ളി അവിടെ വരാൻ നേരത്തെ ഞങ്ങൾ കാണും. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ ജോജുവിൻ്റെ കരിയർ ഭയങ്കരമായിട്ട് ഡെവലപ്പായി വരും ആസ് ആൻ ആക്ടർ. ഐ തിങ്ക് സോ മെനി അവാർഡ്സ് എല്ലാം കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിക്കും I want to do a good character. We'll do. ഞാൻ വിളിക്കാം, നിനക്ക് വരുന്ന ഒരു സാധനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 years 5 years പാസ്സായി. ഇതിന് മുമ്പൊന്നും ചോദിച്ചില്ല ആരുടെ അടുത്ത്? ജോജുവിൻ്റെ അടുത്ത്. അല്ല തരാമോ, എന്തെങ്കിലും ആവണ്ടേ, ചുമ്മാ എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുന്നു. എല്ലാവർക്കും ഇതൊരു പാഠമാണ് കേട്ടോ, റൈറ്റ് ടൈം. അപ്പം ഇങ്ങനെ ചോദിച്ചു. അപ്പം കറക്റ്റായിട്ട് വരും. കറക്റ്റ് പണി ഫസ്റ്റ് അവൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഇങ്ങനെ ഒരു സാധനം എനിക്ക് തന്നു. ഞാൻ ഇതിന് ഓഡീഷന് പോയത് നോർമലി ഐ വിൽ ഹാവ് ബിയേർഡ്. ഞാൻ ബിയേർഡായിട്ടാണ് പോകുന്നത്. വേണു സാറാണ് അതിൻ്റെ ഓഡീഷന് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ഒരു പോലീസ് ക്യാരക്ടറായിട്ട് താടിയിൽ ഭയങ്കര ഷാബി ആയിട്ടുള്ള ഡ്രസ്സിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോഴും ജോജു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, ലൈക്ക് ഇയാളിങ്ങനെ ഷേവ് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളത്. വേറെ ആരും കണ്ടിട്ടില്ല എന്നെ അങ്ങനെ. സോ ഓക്കെ, അതൊരു സംഭവമല്ലേ. ജോജിനെ പറ്റി ഒന്ന് പറയാനുള്ള, ഞാൻ സിനിമ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഐ എം സീയിങ് ഓ മൈ ഗോഡ്, എൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ചില ഡയലോഗുകൾ ആ റേപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സമയത്ത് എവ്രി ക്യാരക്ടറിനെ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്പേസിലേക്ക് ബോൾഡായിട്ട് എല്ലാവരെയും പോർട്രേ ചെയ്തിട്ടുണ്ട്. ആ അമ്മ, ഓ വാട്ട് എ ബ്രില്യൻറ്റ് മദർ. യാ അല്ലേ, അമ്മ റേപ്പ് ചെയ്ത് മോള് ചെയ്യപ്പെട്ട് കിടക്കുന്ന സമയത്ത് വന്നിട്ട് അവരെ ഇത് ചെയ്ത് എന്താ പറയുക സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ഡയലോഗ്, ഒരു വുമൻ്റെ ഡയലോഗ് അത്രയും സ്ട്രോങ്ങുമാണ്. എന്നാൽ സമയത്ത് പറയേണ്ട കാര്യം ഒരു വണ്ടി ഇടിച്ച പോലെ ഉള്ളൂ, നീ അങ്ങനെ എടുത്താൽ മതി. ഓഫ് കോഴ്സ് അതിലും കുറെ കൂടെ മുകളിലാണ്, പക്ഷെ അങ്ങനെ എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ജോജു മാരീഡ് എന്ന് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അത്ര എനിക്ക് റെസ്പെക്ട് ഭയങ്കരമായിട്ട് മൂവി തന്നെ വേറൊരു രീതിയിലേക്ക് ഉണ്ട്. ഗോയിങ് ബാക്ക് യുവർ ഓൾഡ് മൂവീസ്, കുറേ തമിഴിലും തെലുഗുലും ഒക്കെ രഞ്ജിത്ത് അഭിനയിച്ചിട്ടുണ്ട്, മലയാളം അല്ലാതെ.
അപ്പോൾ വൺ ഓഫ് ദി മേജർ മൂവി വിനയ് താണ്ടി വരുവാണ്. ഗൗതം മേനോനെ പോലെ ഒരു ഡയറക്ടർ തൃഷയുടെ ബ്രദറായിട്ട് അഭിനയിച്ച റോൾ. ടെൽ മീ എങ്ങനെ അവിടേക്ക് എത്തിയെന്ന്. അതുപോലെ തന്നെ ഗൗതം മേനോന്റെ ഫാൻ ആയിരുന്നു ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടായിരുന്നു. 2004 എൻ്റെ ഫസ്റ്റ് മൂവി റെയിൻ കം അഗെയിൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ 2005 ആയിരുന്നു കാക്ക പടം ഇറങ്ങിയത്. ഗൗതം മേനോന്റെ സൂര്യ ജ്യോതിക. അതൊരു റെവല്യൂഷൻ ആയിരുന്നു അല്ലേ ഒരു പടത്തിൽ. ആ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും തമിഴിൽ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം മലയാളത്തിലെല്ലാം ഭയങ്കരമായിട്ട് അടിപൊളി പടങ്ങളല്ല സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരെ ചെന്നൈ ബേസിലാക്കി. പ്ലസ് ഞാൻ അതിൻ്റെ ഇടയിൽ പാരലായിട്ട് മലയാളം മൂവീസ് പതുക്കെ ചെയ്യുന്നുണ്ട് ചെറിയ ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു ഫിംഗർ പ്രിൻ്റ് എന്നൊരു പടം, മകൾക്ക് ജയരാജ്. ദെൻ 2009 ഗൗതം സാറിൻ്റെ ഇങ്ങനെ പടം സംഭവിച്ചത്, വിനയ് താണ്ടി വരുവാ. അപ്പോൾ ഗൗതം സാർ ഞാൻ ചെന്നൈയിൽ എത്തിയപ്പോഴത്തേക്കും പുള്ളിയുടെ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ട്രൈ ചെയ്തു. ആ സമയത്ത് വേട്ടയാട് വിളയാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അതിലെ ആക്ടർ ബാലാജി എന്ന് പറഞ്ഞാൽ, ഡാനിയൽ ബാലാജി എന്ന് പറഞ്ഞിട്ട്. തമിഴ് അദ്ദേഹം ഇപ്പോൾ ഇല്ല. ഹി വാസ് എ ഗുഡ് ആക്ടർ. അപ്പോൾ പുള്ളി ഒരിക്കൽ ABM-ൽ ഷൂട്ട് ചെയ്തിരുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് എന്നെ വിളിച്ചപ്പോഴത്തേക്കും വരാൻ പറഞ്ഞു. അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും ഈ വിനയ് താണ്ടി വരുവയുടെ ഫസ്റ്റ് ഡേ ഒരു സോങ് ഷൂട്ട് ചെയ്യുക സിംബു വെച്ചിട്ട് അവിടെ. അപ്പോൾ ഗൗതം സാർ ജസ്റ്റ് പാസ് ചെയ്തു. അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അവിടെ വെച്ചിട്ട് കാസ്റ്റ് ചെയ്തതാണ് അത്. അതൊരു വലിയ പടം, ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നാൾ ചേസ് ചെയ്ത ഒരു ആളായിരുന്നു ആക്ച്വലി, കാണാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുണ്ട്. അപ്പം അത് ജസ്റ്റ് ഹാപ്പൻഡ്. സോ ഐ വാസ് സോ ഹാപ്പി. പടം നല്ല ഗുഡ് മൂവി അല്ലേ, മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം. വിനയ് താണ്ടി വരുമ്പോഴത്തേക്കും ദെൻ വിനയ് സോങ്സ് A.R. റഹ്മാൻ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിരുന്നു. ഞാനൊരു മെയിൻ ലീഡായിട്ടൊരു പടം ചെയ്തിരുന്നു തമിഴിൽ. സാമി എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു ചെയ്തത്. സോ അതിൻ്റെയൊക്കെ ഇതെല്ലാം മ്യൂസിക് ലോഞ്ച് എല്ലാം ചെയ്തത് വന്നിട്ട് A.R. റഹ്മാൻ ആയിരുന്നു. ദെൻ ലേറ്റർ തെലുഗു മൂവീസിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു തെലുഗുവിനെ എങ്ങനെ കാണുന്നു, ലൈക്ക് പെർസെപ്ഷൻ വൈസ്? നമ്മൾ മലയാളത്തിൽ വി ഹാവ് ഗുഡ് ആർട്ടിസ്റ്റ് അല്ലേ. നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു റീച്ച് അതർ ലാംഗ്വേജ് ആക്ച്വലി ആസ് എൻ ആക്ടർ, ടെക്നീഷ്യൻസ് എല്ലാവരും. അപ്പോൾ ഇപ്പോൾ ഈ പണി എന്ന മൂവി എനിക്ക് വേറൊരു ഓപ്പണിങ് തന്നിരിക്കുന്നത് ആക്ച്വലി തെലുങ്ക് ആൻഡ് തമിഴിലെല്ലാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള തെലുഗു മൂവീസിൽ ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസസും കൂടെ തെലുങ്ക് മൂവിയിൽ നമ്മളെ ഇവിടുത്തെ പോലെ ഈ മലയാളത്തിൽ പോലെ ഭയങ്കരമായിട്ട് സട്ടിലായിട്ടൊന്നും ആക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ പറയാം. പണിയുടെ മൂവി ഡയറക്ടർ ജോജു ജോർജ് ഒരു തെലുങ്ക് മൂവി ചെയ്തു. അതായത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ട ചിരിക്കേണ്ടി വന്നത്. എന്ന് വെച്ചാൽ അവിടെ വേണ്ടത് അങ്ങനത്തെ സാധനമാണ്. ഈ നമ്മളിവിടുത്തെ പോലത്തെ ഇതല്ല. കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, ഇതാണ് സിനിമ അല്ല അത് സിനിമ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അൾട്ടിമേറ്റ് എന്താ അവർ തെലുങ്ക് ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഭയങ്കര നാച്ചുറൽ സാധനങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് ദാരിദ്ര്യം ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ വയ്യ. ഞങ്ങൾക്ക് കാണേണ്ടത് കളർഫുൾ ആയിട്ടുള്ള, ഞങ്ങൾക്ക് ആ ഫാമിലി ആയിട്ടൊക്കെ പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത സാധനം കണ്ട് ചിരിച്ച് ഹാപ്പിയായി വീട്ടിൽ വരിക എന്നുള്ള സംഭവമാണ്. അത് ഇന്ന വേ ഒക്കെ അത് ശരി തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇത്രയും ലൗഡായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വരുമ്പോൾ അത് ഇങ്ങനെ ഇത് വരാറുണ്ടോ? ഹൗ ഡു യു ഫീൽ? അത് ഈസി ആണോ? അതാണോ ഈസി? നമ്മുടെ സട്ടിൽ ആക്ടിങ് ആണോ ഈസി? രണ്ടും ഈസി അല്ല, ബട്ട് എങ്ങനെയുണ്ട്, ഏതാണ് താരതമ്യേന? അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഐ ആം എ വെരി ബിഗ് ആക്ടർ ആയിരുന്നു. ഞാൻ എന്നെ തന്നെ ഐ എം ജസ്റ്റ് ലേണിംഗ് ആൻഡ് പതുക്കെ മോൾഡ് ചെയ്ത് വരുന്നില്ലേ ഉള്ളൂ. ബട്ട് നമുക്ക് നമ്മളുടെ സ്റ്റാൻഡ്, നമ്മുടെ കൈൻഡ് ഓഫ് ആക്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തുന്നത് അതാണ് ഐ മീൻ ഈ സെയിം ഇതാണ് എൻ്റെ അടുത്ത് ഡയറക്ടർ ജയരാജ് അദ്ദേഹവും കൂടെ പറഞ്ഞത്. ദാറ്റ് ഈസ് ആ ഒരു സ്റ്റേജിൽ എത്തണം ആക്ച്വലി. അപ്പം ഓക്കെ ഇങ്ങനെ ചെയ്യാം, ഓക്കെ ഇത് കുഴപ്പമില്ല, ഇത് ആക്ടിങ് ആണ്, ഇല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ പറയുമായിരിക്കാം. പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ലൈക്ക് ദിസ് ഇസ് ഗോയിങ് ടു ക്ലിക്ക്, ഞാൻ എൻ്റെ കറക്റ്റ് മീറ്ററിലാണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പം കാണുമ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പണിയാണ്. Of course. പണിയും ഇപ്പൊ കാണുന്നത് പണിയും സംവെയർ ഒക്കെ വെൻ ഐ ഡിഡ് റെയിൻ കം അഗെയിൻ ആ ഒരു
ഇതും വൺ ഓഫ് ദ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ ചെന്നൈയിലേക്കൊക്കെ മൂവി പെർസ്യൂ ചെയ്ത് പോയി. അവിടെ ഇപ്പം നമുക്കാണെങ്കിലും നമ്മൾക്ക് മൂവിയൊക്കെ കണ്ടൊരു പരിചയമുണ്ട്, ചെന്നൈയിലൊക്കെ ഒരുപാട് അലയണം. ആരായിരുന്നു ഒരു ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ശരിക്കും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും? അത് ഒറ്റയ്ക്കായിരുന്നു അതല്ല ഇങ്ങനെ മൂവി പേഴ്സ് ചെയ്ത് അലിഞ്ഞുകൊണ്ടിരുന്നതൊക്കെ? ഈ ചെന്നൈയിൽ മാത്രമല്ല, ഈ കൊച്ചിയിലും ഏതെന്ന് വെച്ചാൽ ഞാൻ കാക്ക എന്നൊരു പടം കണ്ടിട്ട് ചെന്നൈയിലേക്ക് പോയി സിനിമയിൽ അഭിനയിക്കാൻ. തിരിച്ച് കുമ്പളങ്ങി നൈറ്റ്സ് ഉണ്ടപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചെനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതെല്ലാം സെയിം, അവിടെ അലയണം ഇവിടെ അലയണം എല്ലാം സെയിം. അതിൽ ചെന്നൈ കണ്ട് പേടിക്കുക അല്ലെങ്കിൽ ആ സെയിം ഫീലിംഗ് ആണ് കൊച്ചിയിൽ വന്നാലും. പിന്നെ ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ പോയി എവിടെ ആരാ എന്തൊക്കെ അങ്ങനെ ഒരു ഫീൽ തീർച്ചയായിട്ടും ചെന്നൈ ഒരു എക്സ്ട്രാ തോന്നുന്ന അങ്ങനെയൊക്കെ എല്ലായിടത്തും സെയിമാ. അപ്പോൾ എൻ്റെ ഒരു ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡാനിയൽ ബാലാജി എന്ന് പറഞ്ഞിട്ട്. പുള്ളി വഴിയിട്ടായിരുന്നു ഡാഡി കൂൾ സിനിമയിലെ ഡാഡി, മലയാളത്തിൽ ഡാഡി കൂൾ 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. വെട്ടുമാറിൻ്റെയൊക്കെ കുറേ പടങ്ങൾ ചെയ്ത അദ്ദേഹം ലാസ്റ്റ് ഇയറാണ് മരിച്ചു പോയത്. ഹി വാസ് എ ഗുഡ് ആക്ടർ അല്ലേ. എന്നെ കുറേ എന്താ പറയുക തിയേറ്റർ അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും കാണാനും ഒക്കെ പ്രോത്സാഹിപ്പിച്ച കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. സോ ഐ എം ജസ്റ്റ് റിമെമ്പറിങ് ലൈക്ക് നോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പുള്ളിയുടെ. സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാനില്ല. ഞാൻ ഓർക്കുമായിരുന്നു ട്രാവൽ എൻതൂസിയാസ്റ്റ് ആണെന്ന് ശരിക്കും ജസ്റ്റ് എവിടെയോ വായിച്ചപ്പോഴത്തേക്കും കണ്ടായിരുന്നു. ഇത്രയും ട്രാവൽ എൻതൂസിയാസ്റ്റ് ആയ ഒരാൾ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആകാത്ത നല്ലൊരു ആക്ടറാണ്. സോ അത്രയും നല്ലൊരു സാധനം സോഷ്യൽ മീഡിയയിൽ ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉള്ള ഒരു ആക്ടറാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആകാതിരിക്കുന്നത്? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു, അങ്ങനെ ഞാൻ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്ലസ് എന്താണ് എന്നുള്ളത്. പൈസ കാശല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ പിന്നീട് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. പക്ഷേ കാശും വേണമെന്നുള്ളവർക്ക് യു ക്യാൻ ഈസിലി മേക്ക് മണി. നമ്മൾ അതിലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി, അത് കൂടുതൽ വന്നോളും. ബട്ട് അതർവൈസ് ഞാൻ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് ഹെൽത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇനി ഹെൽത്തും പൈസ ഉള്ളവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പം വെൻ പീപ്പിൾ ക്യാൻ ആക്ച്വലി ട്രാവൽ, അവർക്കത് സോഷ്യൽ മീഡിയയിലൂടെ പോർട്രേ ചെയ്യുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഡിസയർ വൈസ് മറ്റുള്ളവർക്ക് അതൊരു ഭയങ്കര ഒരു എന്താ പറയുക കണ്ടൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു നല്ലൊരു ഇതുണ്ടല്ലോ. നമ്മൾ എങ്ങനെയാണ് ഈ ഡിസയർ ഒരാൾക്ക് ഉണ്ടാകുന്നത്? ഡിസയറുകൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ പിന്നാലെ പോയല്ലേ അത് ഓരോരുത്തർ നെയ്തെടുക്കുന്നത്. സോ അതിനൊരു സ്കോപ്പാണ് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുമ്പോഴത്തേക്കും അതൊരു ഗുഡ് ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. യു ഡോണ്ട് എൻജോയ് ദാറ്റ്? ഗുഡ് ഫീലിംഗ് എനിക്ക് ഗുഡ് ഫീൽ അല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ പാടില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ? എനിക്ക് ആസ് എ ഫിലിം ആക്ടർ എനിക്ക് റീച്ച് ആകേണ്ട ഡയറക്ടേഴ്സ് ഞാൻ വിശ്വസിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഞാൻ ഇവിടെ നിൽക്കുന്ന പടങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇത് കണ്ടിട്ടാണ് ഇംപ്രസ് ചെയ്ത് വിളിക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് അവരുടെ പേഴ്സണൽ റീച്ചും ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഇത്. എന്നാലും അങ്ങനെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല? ഇല്ല, ഒട്ടും താല്പര്യമില്ല. കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുള്ള ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു 72 കൺട്രീസോളം മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നേരത്ത് ഞാൻ കാണാറുള്ള സാധാരണ ടൂറിസ്റ്റുകൾ അവരുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് മൊബൈൽ ഫോണിലായിരിക്കും കാണുന്നത്, നേരിട്ട് കാണില്ല ഈ കാഴ്ചകളും ഫീൽസ് എല്ലാം. ബിക്കോസ് ദേ വോണ്ട് ടു പോസ്റ്റ് ഇറ്റ് ഇൻ ഇൻസ്റ്റാ ഓർ ഇത് കൊണ്ടിട്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരെയും എനിക്കറിയാം. അപ്പം ആ കിക്ക്, ആ സുഖം, അത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന സംഭവമല്ല. പിന്നെ ഇത് ആരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയാണ്. എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, നീ ചില സമയം പാരീസിലായിരിക്കും, ചില സമയം ഇവിടെ ആയിരിക്കും. ഞാൻ അങ്ങനെ ഇട്ടിട്ട് എന്തിന് എന്നുള്ളൊരു ഇത്, വൈ ഷുഡ് ഐ ഡു ദാറ്റ്? എങ്ങനെ, ഹൗ ഡു യു ട്രാവൽ? എങ്ങനെ ഐ വോണ്ട് സീ, ഒന്ന് ഇമാജിൻ ചെയ്യാനാണ്. ബിക്കോസ് ദ വേ യു ലുക്ക്, സിറ്റ് എല്ലാം എനിക്കൊരു ട്രാവലറിന്റെ ലുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല. മൊത്തത്തിലൊരു പോലീസ്മാൻ ആണ് ഇപ്പം മുഴുവൻ. മിനിമലിസ്റ്റ് ആണോ? പോകുമ്പോഴത്തേക്കും ട്രാവൽ വളരെ കുറച്ച് മാത്രം ഡ്രസ്സ് കീപ്പ് ചെയ്യുക? ആവശ്യത്തിനുള്ളത് വേണം എന്തായാലും. നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെയൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് അതിൻ്റെ പ്രിക്കോഷൻസ് വേണം.
നെസസറി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. കയ്യിലുണ്ടാവും. ആൻഡ് ഇപ്പം പോകുന്ന സമയത്ത് എക്സ്പ്ലോർ ചെയ്യോ സ്ഥലങ്ങൾ അവിടെ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ മുംബൈ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ആക്ച്വലി ആ സ്ഥലത്തിന്. ഫോർ എക്സാമ്പിൾ പണ്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം ട്രെയിനിൽ യാത്ര ചെയ്യാൻ നേരത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ കയറിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടുള്ള ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതുപോലെ പല സ്ഥലത്തും അങ്ങനെ സാധനമുണ്ട് ആക്ച്വലി. സോ ഐ വാസ് ജസ്റ്റ് സെയിങ്, നമ്മൾ സ്ഥലങ്ങൾക്കും എല്ലാത്തിനും ഒരു പെർഫ്യൂം സ്മെല്ലുണ്ടാകും. ഓക്കെ, എനിക്ക് മനസ്സിലായ ഉള്ളിലുള്ള ട്രാവലിനോടുള്ള പാഷൻ എത്ര ഡീപ്പാണെന്ന്. വിച്ച് ഇസ് ലൈക്ക് റിയലി വിസിബിൾ. ബിക്കോസ് വേറൊരു പെർസെപ്ഷൻ തന്നെ ഉണ്ട് ട്രാവലിനോട്. അങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചിലർ എവിടെ പോയാലും വെറുതെ ക്ലിക്ക് ചെയ്തിടുന്ന ഫോട്ടോയെക്കാളും ഒരു ഫോട്ടോയിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ കുറിക്കുന്ന ക്യാപ്ഷൻസിലൂടെയോ വേറൊരു എന്താ പറയുക, വേറൊരു പെർസെപ്ഷൻ, വേറൊരു വീക്ഷണം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ്. ഐ എം സ്റ്റിൽ ട്രൈങ് ടു എവിടെയെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മള് അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, സോ യു നെവർ ഡു ഇറ്റ്. അതിന്റെ ആവശ്യമില്ല. ഒറ്റയ്ക്കാണോ ട്രാവൽ ചെയ്യുന്നത്? മോസ്റ്റ്ലി. അപ്പോൾ ഇനി പണി ഞങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് അതുപോലൊരു പെർഫോമൻസ് കാണാൻ പറ്റുക? പണി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഐ ഷുഡ് ടെൽ യു ദിസ്. ഈ പണി കഴിഞ്ഞിട്ട് എന്നെ ഒരു പടത്തിലേക്ക് വിളിച്ചിരുന്നു. ഓക്കെ, ഡയറക്ടർ വിളിച്ചു, എൻ്റെ അടുത്ത് ഇതാണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു, ഇതാണ് നിങ്ങൾക്ക് ഇതാണ് ഈ ഡേറ്റ് ബ്ലാ ബ്ലാ ബ്ലാ, ഷൂട്ട് തുടങ്ങുന്നത് ഒരു ഡേറ്റും പറഞ്ഞു. ഷൂട്ട് ഡേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാം പറഞ്ഞു, സംഭവിച്ചു. ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ജസ്റ്റ് വിളിച്ചു എന്താണ് എങ്ങനെയാണ്, ഇല്ല ഒരു 3 days മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 days കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ പടത്തിൽ ഒരു ഇപ്പോൾ ഇവിടെ ഹിറ്റായി ഓടിയ ഒരു പടത്തിൽ പുറത്തുനിന്നുള്ള ഒരാളെ ആ ക്യാരക്ടറിനോട് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആക്ച്വലി. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ആക്ടർ ഫ്രണ്ട്സ് എന്നെ പോലെ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ടർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെയാണോ ഇവിടെ? അതെ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് എ ബാഡ് തിങ് അല്ലേ? നമുക്ക് നമ്മൾ വർക്കിലില്ലെങ്കിൽ അത് ഇപ്പം വേറെ ഏത് ഇൻഡസ്ട്രിയിലേക്കാണെങ്കിലും നമ്മൾ ഈവൻ ഡേറ്റ്സ് ചേഞ്ച് ആണെങ്കിൽ കൂടെ ജസ്റ്റ് ടെൽ ദം. ഇത് നമ്മൾ ചിലപ്പോൾ വലിയ ആക്ടറൊക്കെ ആണെങ്കിൽ പറയുമായിരിക്കാം ഓ നിങ്ങൾ ഇല്ല, ഇത് ദേ ഡോണ്ട് റെസ്പെക്ട്, അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പ്രോജക്ട്സ് തീർച്ചയായിട്ടും തമിഴിൽ കൺഫേം ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നതിനേക്കാളും യുനോ അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ആയിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി ഒക്കെ മലയാളത്തിൽ അടിപൊളി സാധനം വരുന്നുണ്ട്. യെസ്. നൈസ്, ഓൾ ദി ബെസ്റ്റ്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു സംസാരിക്കാൻ. വി ഹാഡ് എ ഗുഡ് ടൈം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഐ ബിലീവ് നിങ്ങൾക്ക് നല്ലൊരു സമയം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സെല്ലുലോയിഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു ഗസ്റ്റായിട്ട് ഞാൻ വരും. അതുവരെ ബൈ.